ആക്രമിച്ച കേസിൽ മൂന്നാം പ്രതി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിലാണ് കൈഞരമ്പ് മുറിച്ചത്. മദ്യവെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവിടുന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ ഒരു കടയിൽ കയറി ബ്ലേഡ് വാങ്ങി കൈഞരമ്പ് മുറിക്കുകയായിരുന്നു. ഈ നടി ആക്രമിച്ച കേസിൽ നിർണായകമായ വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാം പ്രതിയുടെ ആത്മഹത്യാ ശ്രമം അത് കൃത്യമായി തന്നെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ് പറയൂ. ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ ഏറ്റവും നിർണായകമായ വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രതി കൈഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് പുലർച്ചെ ഇയാൾ ആയിരുന്നു സംഭവം മദ്യലഹരിയിൽ ആണ് ഇതെല്ലാം ചെയ്തത്. അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്ന ഒരു വിവരത്തെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിന് പോലീസ് കസ്റ്റഡിയിലും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് തുടർന്ന് ഏറെ നേരത്തിന് ശേഷം പോലീസ് ഇയാളെ വിട്ടയച്ചു. ഇതിനു ശേഷമാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത്. നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഇയാൾക്കെതിരെ ഒരു കേസ് കൂടി മണികണ്ഠനെതിരെ ഇപ്പോൾ ബഹളമുണ്ടാക്കിയതിന് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയത് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ 8-നാണ് ഈ വിധി വരാനിരിക്കുന്നത്. 27 തവണ മാറ്റിവെച്ച കേസിൽ ദിലീപ് അടക്കം 9 പ്രതികളാണ് ഈ കേസിലുള്ളത്. 2017 ഫെബ്രുവരിയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു വിഷയം, അതിൽ നിർണായകമായ വിധി വരാനിരിക്കുന്നു. ഏറ്റവും ചർച്ചകൾ നടക്കുന്നതുമെല്ലാം തന്നെ അതിൽ എങ്ങനെയായിരിക്കും പ്രതികൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നെല്ലാമുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് മണികണ്ഠനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലാകുന്നതും ബഹളം വെച്ചൊരു പിടിയിലാകുന്നതും ഇയാളുടെ ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുന്നതും. വിശദമായ ഒരു മൊഴിയെടുക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കൂടുതൽ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പോലീസ് ഇത് കൈകാര്യം ചെയ്ത രീതി അതും വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. ജിജീഷ്, പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ബഹളം വെച്ച ഇതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുവരുന്നതിനിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊരു കാര്യമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഉള്ള പ്രതിയാണ്, മുഖ്യ പ്രതികളിൽ ഒരാളാണ്, നേരിട്ട് ഇതിൽ ഉൾപ്പെട്ടുള്ള ആളാണ്. പൾസസുനി അടക്കമുള്ള പ്രതികൾക്കൊപ്പം തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടുള്ള ആളാണ് ഈ മണികണ്ഠൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിധി വരുന്നതിന് മുമ്പ് ഇയാൾ ബഹളമുണ്ടാക്കുന്നു, കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് ഇയാളെ ശാന്തനാക്കിയ ശേഷം തിരിച്ച് വിടാൻ നോക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് അതിൽ നിന്ന് മാറി പ്രശ്നങ്ങൾ ഒഴിഞ്ഞതിന് ശേഷം തിരിച്ചു വിടുകയായിരുന്നു എന്നതാണ്. എന്താണ് ഇയാളെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് അടക്കം നയിച്ചത് എന്ന കാര്യങ്ങളിൽ അടക്കം വ്യക്തത വരണം. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ, ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദമോ സ്വാധീനമോ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.